ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. ഒരു ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്, ഈ വഴിയൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ്ഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതിയുള്ള, പക്ഷേ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി. രക്തസാക്ഷികൾ സിന്ദാബാദ്. ടി ജി മോഹൻദാസ് ഇങ്ങനൊരു പരാമർശം പറയുമ്പോൾ, അതായത് രാഷ്ട്രപിതാവിന്റെ പേരാണ് മോഹൻദാസ്, രാഷ്ട്രപിതാവിന്റെ പേരും ഗോഡ്സെയുടെ സ്വഭാവമാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻ സ്ത്രീത്വത്തെ, നമ്മുടെ പ്രിയ സഹോദരിമാരെ, നമ്മുടെ പെൺമക്കളെ, നമ്മുടെ അമ്മമാരെ ഇത്രയും മ്ലേച്ഛമായി പരസ്യമായി അപമാനിച്ചിട്ടും കേരള പോലീസ് ഈ കുപ്രസിദ്ധ ചാണകസംഖ്യ ഭീകരവാദിയെ, അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ നീചനായ ഞരമ്പ് രോഗിയെ എന്തുകൊണ്ട് സ്വമേധയാ ജാമ്യം ലഭിക്കാത്ത ക്രിമിനൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നില്ല? ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും AIYF-ഉം കേരള പോലീസ് DGP-ക്ക് പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസ് കേസെടുത്തത് പോലും. RSSന്റെ സമുന്നത സൈദ്ധാന്തികനായിരുന്ന VD സവർക്കർ അദ്ദേഹത്തിന്റെ 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ 8ാം അധ്യായത്തിൽ ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർ മുസ്ലിം രാജാക്കന്മാരെ യുദ്ധങ്ങളിൽ തോൽപ്പിച്ചാൽ അവരിലെ പുരുഷന്മാരെ മുഴുവനും കൊന്നുകളയുമായിരുന്നുവെങ്കിലും സ്ത്രീകളെ അപമാനിക്കാതെ തിരിച്ചയച്ചിരുന്നതിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്ത് കൊല്ലണമായിരുന്നു എന്നാണ് ഭീരു സവർക്കർ അഭിപ്രായപ്പെട്ടത്. ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ വധത്തിൽ ജയിലിലായ സവർക്കർ തന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ താൻ മേലിൽ ബ്രിട്ടീഷ് അധിനിവേശ സർക്കാരിന്റെ വിനീതദാസനായി ജീവിക്കാമെന്നും ഇന്ത്യയിലെ ഒരുപാട് ഹിന്ദുക്കളെ ബ്രിട്ടീഷ് അനുകൂലികളാക്കി മാറ്റാൻ തനിക്ക് കഴിയുമെന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇനി ഒരിക്കലും പ്രവർത്തിക്കില്ലെന്നും സർക്കാരിന്റെ ഒപ്പം നിൽക്കുമെന്നും തനിക്ക് ദയവായി മാപ്പ് നൽകണമെന്നും കേണപേക്ഷിച്ച് 10ഓളം തവണയാണ് ബ്രിട്ടീഷ് അധിനിവേശ സർക്കാരിന് മാപ്പപേക്ഷ സമർപ്പിച്ചത്. ഇങ്ങനെയുള്ള ആത്മാഭിമാനമില്ലാത്ത ബ്രിട്ടീഷ് ഒറ്റുകാരനായ മാപ്പ് സവർക്കറുടെ വെറുപ്പുൽപാദനത്തിന്റെയും സവർണ സംഖ്യ ഭീകരവാദത്തിന്റെയും വക്താക്കളിൽ നിന്ന് മനുഷ്യ സ്നേഹവും ദേശസ്നേഹവും അമ്മ പെങ്ങന്മാരോടുള്ള സ്നേഹവും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ കൂട്ടുകാരെ? ഇന്നലെ ഒരു പ്രസ്താവനയുണ്ടല്ലോ, വെടിവെച്ച് കൊല്ലണം, ബലാത്സംഗം ചെയ്യണം. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, അത് ഒരാളുടെ പ്രസ്താവനയൊന്നുമല്ല. അതിന്റെ തുടക്കം എവിടെയാണെന്നറിയോ? പിടികൂടിയ മുസ്ലിം സ്ത്രീകളെ വിട്ടയച്ച ശിവജിയുടെ നടപടി തെറ്റായിരുന്നുവെന്നും അവരെ ബലാത്സംഗം ചെയ്ത് കീഴടക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും എഴുതിയ ഒരാളുണ്ട്. മൂപ്പരുടെ പേരാണ് സവർക്കർ. അവിടെ നിന്ന് തുടങ്ങുന്നതാ ഈ ബലാത്സംഗവും ഈ കൊലയും. RSS നേതൃത്വം പോലും തള്ളിപ്പറയാൻ നിർബന്ധിതരായ TG മോഹൻദാസ് എന്ന ഈ സംഘീയ വർഗീയ ഭീകരനെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന വകുപ്പുകൾ ചുമത്തി എത്രയും വേഗം തുറുങ്കിലടയ്ക്കാൻ ഓപ്പറേഷൻ തൂഫാൻ തകർക്കുന്ന കേരള പോലീസിന് എന്താ ഒരു മടി? കേന്ദ്രം ഭരിക്കുന്നവരുടെ പ്രീതി നേടാൻ വേണ്ടി കാവിക്കൊടി പിടിക്കാൻ കേരള പോലീസ് ശ്രമിച്ചാൽ കേരള ജനത പ്രതികരിക്കുക തന്നെ ചെയ്യും. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ VD സതീശനും ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും നിങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും നിലനിർത്താൻ TG മോഹൻദാസ് എന്ന ഈ ചാണകസംഖ്യ ഹിന്ദുത്വ ഭീകരവാദിയെ, വിദ്വേഷ പ്രചാരകനെ ഉചിതമായ കർശന വകുപ്പുകൾ ചുമത്തി ക്രിമിനൽ കേസെടുത്ത് ഉടൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.